Hi children, welcome to my channel LKLS Maths class. ഇന്ന് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസസ് എന്നുള്ളതിൽ എക്സസൈസ് 5.2 17th ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സി ഫൈൻഡ് ദി 20th ടേം ഫ്രം ദ ലാസ്റ്റ് ടേം ഓഫ് ദ AP 3, 8, 13. ദെൻ കണ്ടിന്യൂഷൻ ലാസ്റ്റ് നമ്പർ എത്രയാണ് 253. സോ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് 20th ടേം ഫ്രം ദ ലാസ്റ്റ് ടേം ഓഫ് ദ AP എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ലാസ്റ്റ് ടേം മീൻസ് വാട്ട് 253. സോ ഇവിടെ നിന്ന് ബാക്കിലേക്ക് അല്ലേ, ഇത് ഈ ലാസ്റ്റ് ടേമിൽ നിന്നും 20th ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇത് 1, 2, 3, 4 ഇങ്ങനെ പോയി 20th ടേം അത് എത്രയാണെന്നാണ് കണ്ടെത്താനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ നോർമലി ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് നമ്മുടെ AP എന്നല്ലേ, 3, 8, 13 ഇങ്ങനെ പോയി 253 ആണ് കിടക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ ഇത് നോക്കിയേ, 8 - 3 എന്ന് ചെയ്താൽ എത്ര കിട്ടും? നമ്മൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യില്ലേ, ഡിഫറൻസ് കാണാൻ CD കാണാനായിട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലേ. സോ 8 - 3 നമുക്ക് എന്ത് കിട്ടി? 5 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റിവേഴ്സ് ഓർഡറിലൊന്ന് എഴുതി നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം ആരായിട്ട് വരും? 253 വരും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടേം ആരായിരിക്കും? നമുക്ക് ഈ 5 റെഡ്യൂസ് ചെയ്താൽ പോരെ. ഇപ്പോൾ നോക്കിയേ, 13 - 8 ചെയ്താലും എന്ത് തന്നെയായിരിക്കും ആൻസർ കിട്ടുക? 5 തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 253ൽ നിന്ന് 5 റെഡ്യൂസ് ചെയ്ത് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചോട്ടോ. ഈ 253 മൈനസ് ചെയ്യാം, നമുക്ക് 5 റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? ഇവിടെ 13 ആവും അല്ലേ. അപ്പോൾ എത്ര വരും? റെഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര ഇവിടെ കിട്ടുക? 8 കിട്ടും. ഇവിടെയോ? ഇവിടെ 4 ആയി. അപ്പോൾ ഇവിടെ 4, അപ്പോൾ 248. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ടേം കിട്ടിയില്ലേ, 248. കണ്ടോ? അത് കഴിഞ്ഞിട്ടോ വീണ്ടും ഈ 248ൽ നിന്ന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിഫറൻസ് ആയിട്ടുള്ള 5 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ 3, 4, 2 അല്ലേ. അപ്പോൾ നെക്സ്റ്റ് വൺ നമുക്ക് കിട്ടുന്നത് എന്താണ്? 243. അഗെയിൻ ഒന്നുകൂടെ നമുക്ക് ചെയ്യാം അല്ലേ. ഒരു 5 കൂടി റെഡ്യൂസ് ചെയ്ത് നോക്കാം. 243ൽ നിന്ന് ഇത്രയും ചെയ്താലും മതിയാവും കേട്ടോ. 243ൽ നിന്ന് ഇനിയിപ്പോൾ 5 റെഡ്യൂസ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നത്? ഇതിൽ നിന്ന് 1 ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി? 13 ആയി. അപ്പോൾ ഇവിടെ 8 ആയി. ഇവിടെ എന്താ? 3 ആയി. അപ്പോൾ 238 കിട്ടിയില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? 238. അപ്പോൾ ഇങ്ങനെ പോയി അവസാനത്തെ നമ്പർ ആരായിരിക്കും? ഈ കിടക്കുന്ന 3 ആയിരിക്കില്ലേ. നമ്മൾ ഇതിനെ ഒന്ന് റിവേഴ്സിങ് ഓർഡറിൽ എഴുതിയതാണ്. കാരണം നമ്മളെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താണ്? ഫ്രം ദ ലാസ്റ്റ് ടേം ഓഫ് ദ AP എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മളിതിനൊന്ന് റിവേഴ്സ് ഓർഡറിൽ എഴുതി നോക്കിയതാണ്. ക്ലിയർ ആയല്ലോ ഇത്? അപ്പം ഇവിടുത്തെ ഫസ്റ്റ് ടേം ഇതിന് റിവേഴ്സ് ഓർഡറിൽ വരുമ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ടേം ആവും. ക്ലിയർ ആയില്ല എത്രയും കാര്യങ്ങൾ? അപ്പോൾ ഇനി നമുക്കന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എടുക്കാം. നമ്മുടെ ഫോർമുല അറിയാലോ, AN = A + N - 1 × D ആണ് നമ്മുടെ ഫോർമുല അല്ലേ. ഒക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് നമ്മളിപ്പോൾ പുതിയൊരു AP ക്രിയേറ്റ് ചെയ്തതാണ്. ഈ APയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, A എടുത്ത് എഴുതാം. A എന്ന് പറഞ്ഞാൽ ആരാ? ഫസ്റ്റ് ടേമാണ്, 253 ആണ്. ഇനി നമുക്ക് ഡിഫറൻസ് വേണം. ഇത് കണ്ടോ, A ഉണ്ട്, ഇവിടെ D ഉണ്ട്. സോ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ എടുക്കേണ്ടത്? കണ്ടോ, സെക്കൻഡ് ടേം. ഇതാണ് ഇപ്പോഴത്തെ സെക്കൻഡ് ടേം അല്ല. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യണം. വിച്ച് മീൻസ് വാട്ട്? ഇതിനെ A2 എന്ന് പറയും, ഇതിനെ A1 എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 248 - 253 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതായത് ചെറുതിൽ നിന്നാണ് നമ്മൾ വലുത് കുറച്ചേക്കുന്നത്. അപ്പോൾ വലിയ നമ്പർ ആരാണ്? 253 ആണ്. അപ്പോൾ ആൻസറിൽ എന്ത് വരും? നമുക്ക് നെഗറ്റീവ് വരില്ലേ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? -5 ആയിരിക്കും വരിക. ഓക്കെ, സബ്ട്രാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 253യുടെ മുന്നിൽ നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ആൻസറിൽ നമുക്ക് എന്ത് വരും? -5 വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഡിയും കണ്ടെത്തി. കണ്ടോ, A നമുക്കറിയാം, ദെൻ ഡിയും നമുക്കിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫ്രം ദ ലാസ്റ്റ് ടേമിൽ നിന്ന് തുടങ്ങിയിട്ട് അല്ലേ, ലാസ്റ്റ് ടേമിൽ നിന്ന് ഇങ്ങോട്ട് പോയി 20th ടേമാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് റിക്വേർഡ് ടേം എന്ന് എഴുതാം. റിക്വേർഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താണത്? 20th ടേം ഓഫ് ദി AP എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ 20th ടേം ഓഫ് ദി AP. ക്ലിയർ? അപ്പം നമുക്ക് എന്താണ്, ഈ ഫോമിൽ തന്നെയാണല്ലോ 20th ഫോം ഇത് എഴുതാനായിട്ട് നമുക്ക് അതൊന്ന് എഴുതി വയ്ക്കാം കേട്ടോ. A + N - 1 × D തന്നെയാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ Aയുടെ സ്ഥാനത്ത് നമുക്ക് ആരെ ഇട്ട് കൊടുക്കാം? 253. ഓക്കെ,
പ്ലസ് n മൈനസ് 1. അവിടെ നമുക്ക് n എന്ന് പറയുന്നത് ആരാണ് ഇവിടെ, അതും കൂടി എഴുതി വെച്ചോട്ടെ. ഇവിടെ ഒന്നുകൂടെ എടുത്ത് എഴുതാം. ഇവിടുത്തെ a എത്രയാണ്, 253 ആണ്. n എന്ന് പറയുന്നത് എത്രയാണ്, 20. കണ്ടോ, ഇവിടെ 20 അല്ലേ തന്നിരിക്കുന്നത്, അപ്പോൾ 20. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് n മൈനസ് 1ൻ്റെ അവിടെ ആരെ കൊടുക്കാം, 20 മൈനസ് 1. പിന്നെ ഇപ്പോൾ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ, ഈ ഡി അല്ലേ നമ്മുടെ ഡിഫറൻസാണ്. സോ ഇവിടെ -5 കൊടുക്കാം. ക്ലിയർ ആയല്ലോ. ഇനിയോ ഓക്കെ, 253 പ്ലസ് ഇതിൽ നിന്ന് റെഡ്യൂസ് ചെയ്താൽ എത്ര കിട്ടും, 19 ഇൻറ്റു -5 അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, 253 പ്ലസ് 19 ഇൻറ്റു -5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക, 19 ഇൻറ്റു -5 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും നെഗറ്റീവ് എത്ര കിട്ടുന്നത്, 95 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി എടുത്തെഴുതാം. 253 മൈനസ് 95. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് തമ്മിൽ ചെയ്യുക. ഇത് തമ്മിൽ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്, 158 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാനായിട്ട് സാധിക്കും, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ക്ലിയർ ആയില്ലേ. അപ്പം 20th ടേമിൽ വരുന്നത് നമുക്ക് നോക്കുന്നത് എന്താണ്, 253 മൈനസ് ഈ -95 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 198 കിട്ടി. അപ്പം നമുക്ക് എന്തെഴുതാം, ഹെൻസ് hence 20th term from the last term of the given AP is ഏതാണ്, 158 ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്, 253ൽ നിന്നാണ് ഇങ്ങോട്ട് 20th. അപ്പോൾ 20th ടേം നമുക്ക് ഏതാ കിട്ടിയത്, 158. എളുപ്പമല്ലേ എക്സാം, ഒന്നും വിഷമിക്കാനില്ല അല്ലേ. ഇതിനൊന്ന് റിവേഴ്സ് ഓർഡർ ചെയ്താൽ മതി. ഇങ്ങനെ ഇട്ടും ചെയ്യാം. ഇത് മറ്റൊരു മെത്തേഡാണ്, കുറച്ച് എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് കാണിച്ചു തന്നത്. ഓക്കെ, ഇനി 18th ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ക്വസ്റ്റ്യനിലേക്ക് ദ സം ഓഫ് 4th and 8th ടേംസ് ഓഫ് ആൻ AP ഈസ് 24. അതായത് 4th ടേമിൻ്റെയും 8th ടേമിൻ്റെയും തമ്മിലുള്ള സം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു APയിലുള്ള 4th ടേമും 8th ടേമും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്, 24 എന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് സം ഓഫ് ദി 6th and the 10th ടേം, ഇനി 6th ഉം 10th ഉം കൂടി ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി, 44 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ AP. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്, ആദ്യത്തെ 3 ടേംസ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ ഇത് മാത്രമേ ഉള്ളൂ. സം ഓഫ് 4th and 8th ടേംസിൻ്റെ സം 24ഉം അതുപോലെ 6th and 10th ടേം തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 44ഉം ഉണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് ഫസ്റ്റ് 3 ടേംസാണ് കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 4th ടേമിനെ കുറിച്ച് എഴുതാം അല്ലേ. അപ്പം നമുക്കറിയാം നമ്മുടെ ഫോമുല എന്താണെന്ന് പഠിച്ചിട്ടുള്ളത്, നമ്മൾ A പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, ഇതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 4th-ൻ്റെയും 8th-ൻ്റെയും നമുക്ക് കാണാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം 4th ടേം എഴുതാം അല്ലേ. അപ്പോൾ 4th ടേം എന്ന് പറയുമ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും നോക്കിയേ, A പ്ലസ് 4 മൈനസ് 1 ഇൻറ്റു ഡി ആയിരിക്കും അല്ലേ. ഇത് എന്നല്ലേ, എന്ന് പറയുന്നത് എന്താണ്, ഇതാണ്. അപ്പോൾ 4 മൈനസ് 1 ഇൻറ്റു ഡി നമുക്ക് എഴുതിക്കൂടെ ഇതിനെ. അപ്പോൾ ഇതിന് സോൾവ് ചെയ്ത് വരുമ്പോൾ എന്ത് വരും, A പ്ലസ് 3D നമുക്കിവിടെ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് മാത്രം, ഈ 4th ടേം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നമുക്ക് കിട്ടിയത് എന്താണ്, A പ്ലസ് 3D എന്നാണ്. ഇനി നമുക്ക് 8th ടേമിൻ്റെ എടുക്കാം അല്ലേ. സോ 8th ടേമിൻ്റെയും ഇതുപോലെ തന്നെയല്ലേ, നമ്മുടെ ഫോമിൽ ഇതാണ്, വ്യത്യാസമൊന്നുമില്ല. സോ നമുക്കിവിടെ എന്ത് ചെയ്യാം, A പ്ലസ്, ഇതാണ് ഇവിടെ വരുന്ന n. ഓക്കെ, ഇവിടുത്തെ n എന്താണ്, 4 ആണ്. ഇവിടുത്തെ തന്നെ ആരായിരിക്കും, 8 ആയിരിക്കും. സോ 8 മൈനസ് 1 ഇൻറ്റു ഡി. സോ നോക്ക് 8 പ്ലസ് 7D നമുക്കിത് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്, 4th-ഉം 8th-ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി, 24 കിട്ടിയെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ. കണ്ടോ, നമുക്കൊന്നും കൂടി എഴുതി വയ്ക്കാം. 4th ടേം പ്ലസ് 8th ടേം, 4th ടേം പ്ലസ് 8th ടേം, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടിയെന്നാണ് പറഞ്ഞാൽ നമ്മളോട് 24 കിട്ടിയെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിന് പകരം 4th ടേമിന് പകരം എന്ത് കൊടുത്താൽ മതി, ഇവിടെ A പ്ലസ് 3D. ക്ലിയർ. ആൻഡ് 8th ടേമിന് എന്ത് കൊടുക്കാം, A പ്ലസ് 7D. ഓക്കെ, ഈക്വൽ ടു വാട്ട്, 24. ഇവിടെ നമുക്ക് എന്തായിരിക്കും കിട്ടുക, ഇതൊന്ന് ബ്രാക്കറ്റിലിട്ട് വെച്ചോട്ടോ.
അപ്പോൾ ഇവിടെ നമുക്ക് എത്ര എകളുണ്ടെന്ന് നോക്കിയാൽ ഇവിടെ ഒരു പ്ലസ് എ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് എ ഉണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 2a പ്ലസ് ഇവിടെ 3d ഉണ്ട്, ഇവിടെ 7d ഉണ്ട്. സോ 7 + 3 എത്രയാ? 10d. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് കിട്ടിയെന്താ? 2a + 10d = 24 നമുക്ക് കിട്ടി അല്ലേ? ഇനി നോക്കിയേ, ഇതിനെല്ലാം നമുക്ക് ഒന്നും കൂടി ഷോർട്ടാക്കി എടുക്കാൻ പറ്റുമല്ലോ. ഇതിനെ എന്ത് ചെയ്താൽ മതി? എല്ലാത്തിനും നമുക്ക് 2, ഇതെല്ലാത്തിനും 2ൽ പോവില്ലേ? സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടെ നമുക്ക്? സോ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 2 എന്ന് എഴുതുക കേട്ടോ. സി ഡിവൈഡിങ് ത്രൂ ഔട്ട് മീൻസ് എന്താണ്? എല്ലാത്തിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ത്രൂ ഔട്ട് ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ? ഇത് 2a / 10d = 24. ഇതിനെ 2 കൊണ്ട്, ഇതിനെ 2 കൊണ്ട്, ഇതിനെ 2 കൊണ്ട്, എല്ലാത്തിനും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതിൽ പോയി അല്ലേ? അപ്പോൾ വെറും a ആയി, ഇതിൽ പോയി 5 ആയി, ഇതിൽ പോയി എത്ര കിട്ടി? 12 ആയി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എന്താ കിട്ടിയെന്ന് നോക്കി, ഇവിടെ a + 5d = 12 കിട്ടി. കണ്ടോ? അപ്പോൾ ഇതിന് നമുക്ക് എന്തായിട്ട് വയ്ക്കാം? ഒരു ഇക്വേഷൻ 1 ആയിട്ട് നമുക്കിവിടെ എടുത്ത് വെച്ചൂടെ? ക്ലിയർ ആയല്ലോ അത്രയും? ഇനി നോക്കിയേ, അടുത്തത് എടുക്കണം അല്ല. അടുത്ത കണ്ടീഷൻ നമുക്ക് എന്താ തന്നിട്ടുള്ള? സെക്കൻഡ് കണ്ടീഷൻ കണ്ടോ? സം ഓഫ് ദി 6th and 10th term is 44. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എന്താ എഴുതുക? 6th term എന്ന് എഴുതുക. ക്ലിയർ? അപ്പോൾ 6th term എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഫോർമുല തന്നെയാണ്? നമുക്ക് a + n - 1 × d ആണ് അല്ലേ? അപ്പോൾ ഇവിടെയും എന്ത് വരും? a + n എന്ന് പറയുന്ന ആരാണ്? 6 - 1 × d. ക്ലിയർ? സോ വി ഗോട്ട് വാട്ട്? a + 5d. ക്ലിയർ ആയല്ലോ? ഇവിടെ അടുത്തത് ഏത് ടേമാണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ 6th കഴിഞ്ഞാൽ പിന്നെ 10th term അല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 10th term എന്ന് കൊടുക്കാം. ക്ലിയർ? സോ 10th ടേമിലും എന്ത് തന്നെയാണ്? ഈ സെയിം ഫോർമുലയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ എഴുതാം a + ഇവിടുത്തെ n ആരായിരിക്കും? ഇവിടുത്തെ n 6 ആയി, ഇവിടുത്തെ n എന്തായിരിക്കും? 10 - 1 × d. ക്ലിയർ? സോ a + 9d. കണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടെയും കിട്ടിയല്ലേ? a + 9d എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി നമുക്ക് ഇത് രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഈ മോഡലിലാക്കി എടുത്തു, ഇതിനെയും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 44 എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടെ എടുത്ത് എഴുതാം. ഏതൊക്കെയാണത്? അതായത് ഇതൊന്നും കൂടെ പറയാം കേട്ടോ. അതെ, 6th term, അതായത് 6th term പ്ലസ് വാട്ട്? 10th term എന്നാണ് പറഞ്ഞേക്കുന്നത് = 44. ഇതല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ 6th termനെ നമ്മൾ എന്താക്കി എടുത്തിട്ടുണ്ട്? a + 5d ആയിട്ട് എടുത്തു. പ്ലസ് 10th termനെ എന്തായിട്ട് എടുത്തു? a + 9d ആയിട്ട് എടുത്തു. = 44. ക്ലിയർ ആയല്ലോ അത്? അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എയും എയും കൂടി ആഡ് ചെയ്യാം അല്ലേ? 2a. ദെൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തു. ഏത് രണ്ടും കൂടി? 5dയും 9dയും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 14d കിട്ടി. = 44 കിട്ടി. ക്ലിയർ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെയും എന്ത് ചെയ്യാം? ത്രൂ ഔട്ട് അല്ലേ? ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 2 ചെയ്ത് കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്തുകൊണ്ട് വരാം? ഇതിനെ കുറച്ചുകൂടി ഷോർട്ടാക്കാം. അപ്പം എന്താ നമുക്കിവിടെ എഴുതേണ്ടത്? നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 2. സി ഒന്നും കൂടെ എടുത്ത് എഴുതാം കേട്ടോ. 2a + 14d = 44. ഇതിനെയൊക്കെ നമുക്ക് 2 കൊണ്ട് ഇത് ചെയ്യാം. അപ്പോൾ ഇത് കട്ടായി പോയി, ഇതിൽ 7 ടൈംസ് പോയി, ഇതിൽ എത്ര ടൈംസ് പോയി? 22. അപ്പം നമുക്ക് എന്ത് കിട്ടി? a + 7d = 22 കിട്ടി. ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടെ നമുക്കൊന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാം. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അപ്പോൾ ഇത് ചെയ്യാം കേട്ടോ. അതെ, സോൾവ് ഇക്വേഷൻ 1 and 2 എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നേ കിട്ടിയത് എന്തായിരുന്നു? a + 5d = 12 എന്നായിരിക്കും നമ്മുടെ ഇക്വേഷൻ 1 കിട്ടിയ. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? ഇതാണ് അല്ലേ? a + 7d = 22. ഇങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരെണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്ത് കളയണം അല്ലേ? ഇതിലേതെങ്കിലും അപ്പോൾ നമുക്ക് ഇതല്ലേ നല്ലത്? ഈ എനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നതല്ലേ നല്ലത്? ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സബ്ട്രാക്ട് ചെയ്തെടുക്കാം. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ എനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്താണ്? ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവാണ്. അപ്പോൾ ഇതിനെ നെഗറ്റീവ് ആക്കിയാൽ ഇതിനെ എല്ലാത്തിനെയും ഇവിടെ പ്ലസ് ആണ്, അത് നെഗറ്റീവായി, ഇവിടെയും പ്ലസ് ആണ്, അത് നെഗറ്റീവായി. ദെൻ നമുക്കിതിനെ സോൾവ് ചെയ്യാം അല്ലേ? ഇപ്പോൾ ഇത് 22 നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കണം? 12 കുറച്ചാൽ എന്താ കിട്ടുക? 10 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 10. എന്ത് 10
കിട്ടിയത്? 22ൻ്റെ മുന്നിൽ ആരും ഇവിടെ കിടക്കുന്നത്? നെഗറ്റീവ് സൈൻ ആണല്ലോ. സോ ഇവിടെ ആൻസറിൽ എന്ത് വരും? നെഗറ്റീവ് സൈൻ വരും. ക്ലിയർ ആയില്ലേ? ഇവിടെ നെഗറ്റീവ് വരും. ക്ലിയർ. ഇനി നോക്കിയേ, ഇവിടെ ഇത് -7ഉം ഇവിടെ +5 ആണ്. അപ്പോൾ സബ്ട്രാക്റ്റ് അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2D കിട്ടി. പക്ഷേ 7ൻ്റെ മുന്നിൽ ആര് കിടക്കുന്നുണ്ട്? നെഗറ്റീവ് കിടക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഈ ഇവിടെ പോസിറ്റീവ് എയും എന്താണ് നെഗറ്റീവ് എയും കൂടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്? കട്ടാവും. ക്ലിയർ ആയില്ലേ? അപ്പോൾ അത്രയും. ഇനി നോക്കിയപ്പോൾ കണ്ടോ 2. അപ്പോൾ ഇതും നമുക്ക് ഈക്വൽ സൈൻ്റെ അപ്പുറം ഇതിനെ ഞാൻ കട്ട് ചെയ്ത് കളാം കേട്ടോ. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 2D = 10 നമുക്ക് കിട്ടിയിട്ടുണ്ട്. therefore D = what? 10/2 = 5 കിട്ടി. കണ്ടോ? അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്താ കിട്ടിയത്? 5 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇക്വേഷൻ 1 എടുക്കാം. ഈ ഇക്വേഷൻ 1 എടുക്കാം. അതിലേക്ക് നമുക്ക് ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ A + 5D = 12 ഇതായിരുന്നു നമ്മുടെ എന്തെന്ന് ഇക്വേഷൻ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് D = 5. അപ്പോൾ നമുക്ക് A + 5 × D എന്ന് പറയുന്ന 5 × D എന്ന് പറയുമ്പോൾ 5 × 5 = 12. ക്ലിയർ ആയോ? ദെൻ എന്ത് ചെയ്യുക? A + 25 = 12. therefore A = what? 12 - 25. എത്ര കിട്ടും ആൻസർ നോക്കി? 25ൽ നിന്നും ഈ 12 ആണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത്. നമുക്ക് എന്താ കിട്ടിയത്? 13. പക്ഷേ 25ൻ്റെ മുന്നിൽ ഇതാ ഇവിടെ ഒരാൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടല്ലേ. സോ നെഗറ്റീവ് സൈനാണ് ആ നോക്കിയിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിൽ ആ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A കിട്ടി, D കിട്ടി. ഇനി നമുക്ക് ആദ്യത്തെ 3 ടേംസ് കണ്ടെത്തിക്കൂടെ? നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ടേമും പിന്നെ എന്തും വേണം? ഡിഫറൻസും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ആ പറഞ്ഞ ഏതാ 3 ടേംസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ എന്തുണ്ട്? D ഉണ്ട് ഇവിടെ. പിന്നെ ഇപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? എയും കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് അതെടുത്ത് എഴുതാം അല്ലേ? A = എത്രയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന? A -13 ആയിരുന്നു A എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ A = -13 ആണ്. നമ്മുടെ D = എന്തായിരുന്നു? D = 5 ആയിരുന്നു. ഓക്കെ. അപ്പോൾ D = 5. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് കണ്ടെത്താലോ. എയുടെ വാല്യൂ നമുക്ക് ഇവിടെ ഇടാം. അതായത് നമുക്ക് വേണ്ടത് എന്താണ്? A1 A2 A3 ഇത് വരുമ്പോൾ 3 ടേം ആയല്ലേ. അപ്പോൾ 3 ടേം കാണാൻ ആദ്യത്തെ ടേം നമുക്ക് കിട്ടി എന്താണ്? -13 ആണ്. അപ്പം ഇതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഈ ഡിഫറൻസ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ? ഫസ്റ്റ് ടേം കിട്ടിയാൽ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ടേം എന്താണെന്ന് അറിയണമെങ്കിൽ ഇതാ ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. ഇവിടെ വരയ്ക്കാം. ഇവിടെ -13 + 5 ഇങ്ങോട്ട് പോകുന്നതോറും നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിഫറൻസ് ആഡ് ചെയ്താണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇതിന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? കണ്ടോ? 8 കിട്ടി. എന്ത് 18 ആയിരിക്കും കിട്ടുന്നത്? 13 അല്ലേ ഗ്രേറ്റസ്റ്റ് നമ്പർ. അതിൻ്റെ മുന്നിൽ മൈനസ് ഇപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുക അല്ലേ. സോ -18 എടുക്കാം. ഓക്കെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ സെക്കൻഡ് ടേം നമുക്ക് കിട്ടി. ഇനിയോ ഇതിൻ്റെ കൂടെ തന്നെ -18 വീണ്ടും ഈ ഡിഫറൻസ് ആയുള്ള 5 ആഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയെന്ന് നോക്കിയാൽ പോസിറ്റീവും നെഗറ്റീവുമാണ് വരുന്നത് അല്ലേ. ഇവിടെയും നെഗറ്റീവും പോസിറ്റീവും വന്നു, സബ്ട്രാക്ട് ചെയ്തു, വലുതിൻ്റെ സൈൻ കൊടുത്തു. ഇവിടെയും നെഗറ്റീവും പോസിറ്റീവും വന്നു, നമ്മൾ എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3. പക്ഷേ 8ൻ്റെ മുന്നിൽ ആരുണ്ട്? മൈനസ് സൈൻ ഉണ്ട്. സോ നമുക്ക് എന്ത് കിട്ടി? -3. കണ്ടോ? അപ്പോൾ ഫസ്റ്റ് 3 ടേംസ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം. എന്താ എഴുതേണ്ടത്? ഹെൻസ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ ഗിവൻ AP ഇവിടെ എഴുതാം കേട്ടോ. ഹെൻസ് ദി ഫസ്റ്റ് 3 terms of given AP are എങ്ങനെ എഴുതണം? -13, -8 and -3. കണ്ടോ? നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ. നന്നായിട്ട് പഠിക്കുക. പിന്നെ ഈ ചാനൽ കാണുന്നവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ബെൽ ബട്ടൺസ് എനേബിൾ ചെയ്യുക. ഓക്കെ. താങ്ക് യു സോ മച്ച്.